അള്ളാഹു നമുക്ക് നല്ല മനസ്സ് നൽകട്ടെ. അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റഹീമീൻ. പടച്ചവനെ, കഴിഞ്ഞു, 1 തീരാറായി. ഈ അവസാന നിമിഷങ്ങളിൽ ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. നിന്റെ വിശാലമായ റഹ്മത്ത്, ഈ ദുനിയാവിലെ ഒരു റഹ്മത്തിന്റെ ഒരു ചെറിയ പൊട്ട് കിട്ടിയാൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നവും തീർന്നു. റബ്ബേ, തന്ന് ഞങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്. പടച്ചവനെ, നാളെ 99 ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് അത് കൺകുളിർക്ക കണ്ട് ആസ്വദിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെ 10 വരും ദിവസങ്ങൾ പറയാനാകുമോ എന്ന് നോക്കാം. പാപമോചനം, അതുകൊണ്ടാണ് രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. 1-ാം 10 കാരുണ്യവാനായ റബ്ബേ, എനിക്ക് കരുണ നൽകണേ എന്ന് പറഞ്ഞപ്പോ 2-ാം 10 ലോകരക്ഷിതാവായ പടച്ചവനെ, എന്റെ പാപം പൊറുക്കണേ. 3-ാം 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. പടച്ചവനെ, നരകത്തെ തൊട്ട് എന്നെ മോചിപ്പിക്കണേ. വാദ്ഖിൽനിൽ ജന്ന, എന്നെ സ്വർഗത്തിൽ കടത്തിത്തരണേ. നരകത്തെ തൊട്ട് മോചിപ്പിക്കണം, സ്വർഗത്തിൽ കടത്തിത്തരണം. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേണം അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. ഈ ദിക്ർ നിസ്കാരത്തിന്റെ ശേഷം 3 വട്ടം ചൊല്ലാൻ മാത്രമുള്ളതല്ല. നിസ്കാരത്തിന്റെ ശേഷം കേവലം 3 വട്ടം ചൊല്ലാനുള്ളത് മാത്രമല്ല. നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലിക്കൂടെ? ചൊല്ലാം. അങ്ങനെ പറയുന്നവരുണ്ട്. വ്യതിയാന ചിന്താഗതിക്കാരിൽ ഒരു ടീം, എന്തിനാ അത് നിസ്കാരത്തിന്റെ ശേഷം 3 വട്ടം ചെല്ലുന്നത്? എപ്പോഴും ചൊല്ലിക്കൂടെ? ഇവരെപ്പോഴൊക്കെ ആ ചെല്ലല് തീരെ ചെല്ലാറില്ല അല്ലേ? അതാണ് സത്യം. അതേ സമയത്തോ ഇങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയ മുഅ്മിനീങ്ങളോ അവർ നിസ്കാരത്തിന്റെ ശേഷം 3 വട്ടെങ്കിലും ചൊല്ലുന്നു. നമ്മൾ എന്തുകൊണ്ട് നിസ്കാരത്തിന്റെ ശേഷം 3 വട്ടം ചെല്ലുന്നു? അതിൽ ചുരുക്കാനാണോ? അല്ല. നിസ്കാരത്തിന്റെ ശേഷം ദുആക്ക് ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹി ഉറപ്പിച്ച് പറഞ്ഞതാണ്. അപ്പോ ഈ ദുആ നടത്തുക, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അപ്പൊ ഉത്തരം ഉറപ്പാണ്. അതുകൊണ്ട് അപ്പൊ ഒരു 3 വട്ടം. അല്ലാത്ത സമയത്തൊക്കെ വെറുതെ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിലിരിക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ചൊല്ല, ഒരു മുടക്കുമില്ല. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഇത്രയും പുണ്യമുള്ള മാസമായതുകൊണ്ട് വമൻ ഖഫഫ അൻ മംലൂകിഹി ഫീഹി ഗഫറല്ലാഹു ലഹു വഅഅ്തഖഹു മിനന്നാർ. പരിശുദ്ധ റമദാനിൽ തന്റെ കീഴിലുള്ള തൊഴിലാളി, ആ തൊഴിലാളിയുടെ ജോലിയിൽ ഒരാൾ ഇളവ് ചെയ്തു കൊടുത്താൽ, വമൻ ഖഫഫ അൻ മംലൂകിഹി ഫീഹി, അടിമയുടെ വേലയിൽ ഇളവ് ചെയ്തു കൊടുത്താൽ, തൊഴിലാളിയുടെ വേലയിൽ ഇളവ് ചെയ്തു കൊടുത്താൽ, റമദാനിലെ പകുതി പണിയെടുത്താൽ മതി, കൂലി മുഴുവൻ തരാന്ന് പറയാം. മുതലാളി പറയാ തൊഴിലാളിയോട്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗഫറല്ലാഹു ലഹു വഅഅ്തഖഹു മിനന്നാർ. ഗഫറല്ലാഹു ലഹു, അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കും. വഅഅ്തഖഹു മിനന്നാർ, ആ മനുഷ്യനെ അല്ലാഹു നരകത്തെ തൊട്ട് മോചിപ്പിക്കുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തെ തൊട്ട് മോചിപ്പിക്കുന്നതാണ് ആ മനുഷ്യനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കൂ സുഹൃത്തുക്കളെ, എന്താ വേണ്ടത്? തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ, തന്റെ കീഴിലുള്ള ജോലിക്കാരൻ, ആ ജോലിക്കാരനോട് സ്നേഹം കാണിച്ചാൽ, റമദാനല്ലേ, ഭക്ഷണം കഴിക്കാത്ത, വെള്ളം കുടിക്കാത്ത പകലുകളല്ലേ, അതുകൊണ്ട് എന്റെ തൊഴിലാളിക്ക് ഞാൻ ചെറിയ ഒരു ലഘൂകരണം നൽകട്ടെ എന്നാലോചിച്ചാൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയും അയാളെ നരകത്ത് തൊട്ട് അള്ളാഹു മോചിപ്പിക്കുകയും ചെയ്യും. ഇതിനാണ് പഴയ കാലത്തെ മുതലാളിമാരെന്ത് ചെയ്യും? റമദാൻ വരുമ്പോ തങ്ങളെ കീഴിൽ ജോലി ചെയ്യുന്നവരെ സന്തോഷിപ്പിക്കാൻ റമദാന്റെ വകയായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കും. ഇതൊക്കെ നല്ലതാണ്. പണ്ടേ നടന്നു വരുന്ന സംഗതിയാണ്. മദ്രസ മുഅല്ലിമീങ്ങൾക്കൊക്കെ പണ്ട് കൊടുത്തിരുന്നു. ആ നാട്ടിലെ ആളുകൾ കൂടി കൊടുത്തിരുന്നു. പള്ളിയിലെ ഉസ്താദിന് കൊടുക്കും, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന പാവപ്പെട്ട സാധുവായ ആ മനുഷ്യന് കൊടുക്കും, ഒക്കെ കൊടുക്കും. അങ്ങനെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ റമദാന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മുടെ വക, ജോലി ഒന്ന് ഇളവ് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ഇളവ് ചെയ്തു കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, ഇതിലാണ് ഞാൻ എന്റെ പ്രഭാഷണം നിർത്താൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ള പറഞ്ഞ ഈ അവസാന പോയിന്റില് ഫസ്തക്സിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ. ഫസ്തക്സിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ.
അതുകൊണ്ട് ഈ റമദാനില് 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം കേട്ടോ. ഫസ്തക്സിറൂ ഫീഹി മിൻ 4 ഖിസാൽ. ചോദ്യം വിതരണം ചെയ്യുന്നുണ്ട്, അതിന്റെ ഇടയിൽ അതിന്റെ ഉത്തരം പറഞ്ഞു പോകും, ഇങ്ങോട്ട് നോക്കണം. ഫസ്തക്സിറൂ ഫീഹി മിൻ 4 ഖിസാൽ. 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം റമദാനില്. കാരണം ചോദ്യത്തിൽ വരാത്ത ഭാഗം ഇപ്പോഴും ഉണ്ട്. ചോദ്യം എൻ്റെ മുമ്പിലെത്തിയത് കൊണ്ട് വന്നിട്ടില്ല, പക്ഷെ ഞാനത് പരാമർശിക്കും കഴിയുന്നതിന് മുമ്പ്. 4 കാര്യങ്ങൾ നിങ്ങൾ റമദാൻ മാസത്തിൽ കൂടുതലായി ചെയ്യണം. എന്താണത്? ഹസ്ലത്താനി, 4 കാര്യങ്ങൾ പ്രത്യേകിച്ച് ചോദിക്കണം. ഹസ്ലത്താനി തുർദൂന ബിഹിമാ റബ്ബക്കും വഹസ്ലത്താനി ലാ ഗിനാ ലക്കും അൻഹുമാ. 2 കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പടച്ചോനെ നിങ്ങൾ ഇഷ്ടപ്പെടുത്തും, പടച്ചോനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തും, അള്ളാഹ് നിങ്ങളോട് ഭയങ്കര ഇഷ്ടാവും 2 കാര്യം ചെയ്താൽ. വഹസ്ലത്താനി ലാ ഗിനാ ലക്കും അൻഹുമാ. 2 കാര്യം അത് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്കൊരു നിവൃത്തിയുമില്ല. ലാ ഗിനാ ലക്കും അൻഹുമാ, അത് ചെയ്യാതിരിക്കാൻ പറ്റൂല. അങ്ങനത്തെ കാര്യം അത് നിങ്ങളെ ആവശ്യമാണ്. മറ്റേതുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ പൊരുത്തം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഫഅമ്മൽ ഖസ്ലതാനി ലതാനി തുർദൂന ബിഹിമാ റബ്ബക്കും. നിങ്ങളുടെ റബ്ബിന്റെ പൊരുത്തം നിങ്ങൾക്ക് നേടാമെന്ന് പറഞ്ഞ 2 കാര്യം ഏതാ? ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു. ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്താണ്. പിന്നെയോ വതസ്തഗ്ഫിറൂനഹു, നിങ്ങൾ അവനോട് പൊറുക്കലിനെ തേടലുമാണ്. 1 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ, 2 അവനോട് പൊറുക്കലിനെ തേടുക. ഈ 2 കാര്യവും ചെയ്യണം. ഇതാ എന്നിട്ടോ അത് 2 പിന്നെയോ വഅമ്മല്ലതാനി ലാ ഗിനാ ലക്കും മിൻഹുമാ അൻഹുമാ. ആ 2 കാര്യം അത് ചോദിക്കാതെ നിങ്ങൾക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ 2 കാര്യം അതേതാ? ഫതസ്അലൂനല്ലാഹൽ ജന്ന, അല്ലാഹുവോട് സ്വർഗ്ഗം ചോദിക്കുക. വതഊദൂന ബിഹി മിനന്നാർ, അല്ലാഹുവോട് നരകത്തെ തൊട്ട് അഭയം തേടുക. ഇങ്ങനെ 4 കാര്യം ഈ റമദാനിൽ നിങ്ങൾ അധികരിപ്പിക്കണേ ഉമ്മത്തെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിനോട് പറയുന്നത്. അതാണ് നമ്മള് 30 ദിവസവും ചൊല്ലുന്ന ദിക്ർ അല്ലേ? 1 ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കാം, അതാണ് നമ്മൾ ചൊല്ലുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഇസ്തിഗ്ഫാർ, അതാണ് അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ പറഞ്ഞ സ്വർഗ്ഗം ചോദിക്കുക, അസ്അലുകൽ ജന്ന. പിന്നെ പറഞ്ഞ നരകത്തെ തൊട്ട് അഭയം തേടുക, വഅഊദു ബിക മിനന്നാർ. ഒന്ന് ചൊല്ലൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. സുബ്ഹാനല്ലാഹ്. നരകം സ്വർഗം ചോദിക്കുന്നു, നരകത്തെ തൊട്ട് അഭയം തേടുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 30 ദിവസവും നമ്മൾ ഇത് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിൽ തട്ടിയിട്ടില്ല കേട്ടോ. അതിന് ഒരു സ്വർഗചിത്രവും ഒരു നരകചിത്രവും ഞാൻ കേൾപ്പിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നടത്തുന്ന പ്രഭാഷണത്തിന്റെ ഭാഗം കേട്ടോളൂ. അത് തന്നെ നമുക്ക് എടുത്തു പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിലുള്ളവർ സ്വർഗ്ഗത്തിലും നരകത്തിലേക്കുള്ളവർ നരകത്തിലേക്കൊക്കെ കടത്തും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വയബ്ഖാ റജുലുൻ ബൈനൽ ജന്നതി വന്നാർ. ഒരു മനുഷ്യൻ നരകത്തിന്റെയും സ്വർഗ്ഗത്തിന്റെ ഇടയിൽ ബാക്കിയാകും. വഹുവ ആഖിറു അഹ്ലിന്നാർ ദുഖൂലൻ അൽ ജന്ന. ഇയാള് അവസാനമായി സ്വർഗത്തിൽ കടക്കേണ്ട ആളാണ്. ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ കടക്കേണ്ട മനുഷ്യനാണ്. ഏറ്റവും അവസാനമായിട്ട് സ്വർഗത്തിൽ കടക്കേണ്ട മനുഷ്യൻ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഇങ്ങനെ നിൽക്കുക. അയാള് നരകത്തിക്കാ പോവാൻ അയാൾക്ക് തോന്നും, പക്ഷെ ആൾ പോകേണ്ടത് സ്വർഗത്തിലേക്കാ. അവസാനം അള്ളാഹു കടത്തുള്ളൂ. ഈ മനുഷ്യൻ നരകത്തിന്റെ സ്വർഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മുഖ്ബിലും ബിവജ്ഹിഹി ഖിബലന്നാർ, മുഖ്ബിലും ബിവജ്ഹിഹി ഖിബലന്നാർ, നേരെ നരകത്തിന്റെ മുന്നിലേക്ക് തിരിഞ്ഞ് നരകത്തിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ഫയഖൂലു,
ആ മനുഷ്യൻ പറയും, റസൂലുള്ള പറയാട്ടോ, ഇതിൽ സംശയിക്കാൻ ഒരു വകുപ്പില്ല, നാളത്തെ പരലോക ചിത്രം നബിതങ്ങൾ സഹാബത്തിനോട് പ്രസംഗിക്കാം. അപ്പൊ ഇയാൾ നരകത്തിന്റെ സ്വർഗത്തിന്റെ നടുക്കാളുള്ളത്, ആള് സ്വർഗത്തിക്കാ വരേണ്ടത്, പക്ഷെ തൽക്കാലം അള്ളാഹ് നരകത്തിലേക്ക് തിരിച്ചിങ്ങനെ നിർത്തും. അപ്പൊ അതിങ്ങോട്ട് കാണുമ്പോ പറയും, റബ്ബി സ്രിഫ് വജ്ഹി അനിന്നാർ, പടച്ചോനെ എവിടുന്ന് എന്റെ മുഖം ഒന്ന് തിരിച്ചു കളയോ. അവിടുത്തെ നോക്കാൻ തീരെ ഇഷ്ടമല്ല. അവിടെ മനുഷ്യരിങ്ങനെ വെന്തുരുകുന്നത്, ആ നരകത്തിൽ നിന്ന് പൊങ്ങുന്ന കൊട്ടാരങ്ങളെക്കാൾ ഉയരമുള്ള തീപ്പൊരികൾ, ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസർ, കൊട്ടാര സമാനമായ തീപ്പൊരികൾ മേലോട്ടെറിയുന്നു. സൂറത്തുൽ മുർസലാത്തിൽ അല്ലാഹു പറഞ്ഞു, കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ ഒട്ടകത്തിന്റെ വണ്ണമുള്ള പൊരികൾ. നരകത്തിലെ തീയിന്റെ പൊരിന്റെ വലുപ്പും വണ്ണുമാണ് ആ കേട്ടത്. വണ്ണം ഉയരും, കൊട്ടാരത്തിന്റെ ഉയരം ഒരൊട്ടകത്തിന്റെ വണ്ണം. അപ്പൊ അതിന്റെ താഴെ കത്തുന്ന തീയത്ര ഉണ്ടാകും. ബഹുമാനപ്പെട്ട അബു സഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ അബു സഊദിൽ രേഖപ്പെടുത്തിയത് കാണാം. നമ്മൾ ആലോചിക്കണം, ശരിക്ക് ചിന്തിക്കണം. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോ ഇവൻ ബേജാറോടുകൂടി പറയാ, പടച്ചോൻ എവിടെ നിന്നാണ് മുഖം തിരിച്ചു നോക്കും, പക്ഷെ തിരിയൂല. അപ്പൊ ഇവൻ പടച്ചോനോട് ദ്വാരക്കുക, ഇതിങ്ങനെ തന്നെ തിരിഞ്ഞു നിൽക്കുക, പടച്ചോനെ ഒന്ന് ഇങ്ങോട്ട് മുഖം തിരിച്ചു തരുമോ. അപ്പൊ അള്ളാഹു കത് കശബനി റീഹുഹ അഹറക്കനി ദഖാവുഹ, അതിന്റെ നാളങ്ങൾ, അതിന്റെ കാറ്റുകൾ എനിക്ക് ഏറ്റിട്ട് എന്റെ ശരീരം ഉണങ്ങുന്നു, കരിയുന്നു, എനിക്ക് വയ്യ പടച്ചോനെ. അപ്പൊ അള്ളാഹ് ചോദിക്കും, ഹൽ അസൈത ഇൻ ഫുഇല ദാലിക ബിക അൻ തസ്അല ഗൈറ ദാലിക, അതാണ് ചെയ്തെന്നാ കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ചോദിക്കുവോ അള്ളാഹു? ഇത് ഞാൻ അങ്ങോട്ട് ചെയ്തു തരാന്ന് വെക്കുക, പക്ഷെ നീ അതല്ലാത്ത വേറെ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യത ഉണ്ടോ? അപ്പൊ ഇവൻ പറയാണ്, ലാ വഇസ്സതിക്, ഇല്ല പടച്ചവനെ, ലാ വഇസ്സതിക്, ഇല്ല പടച്ചവനെ, നിന്റെ അന്തസ്സ് സാക്ഷിയാണ്, വഇസ്സതിക്, നിന്റെ അന്തസ്സ് സാക്ഷിയാണ് പടച്ചവനെ, ഇല്ല ഞാൻ ചോദിക്കൂല. അള്ളാഹുവിന് അവൻ ഉദ്ദേശിച്ചത്ര കരാറുകൾ അള്ളാഹുവിന് നൽകും. എന്താ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് കരാറ് കൊടുക്കും. ഞാൻ വേറെ ഒന്നും ചോദിക്കൂല, ഇവിടെ നിന്നൊരു മുഖം തിരിച്ചെന്നാദീൻ. അപ്പൊ അള്ളാഹു താല അവന്റെ മുഖം സ്വർഗത്തിലേക്ക് തിരിക്കുന്നു. അപ്പൊ ആ സ്വർഗത്തിന്റെ അഴക് അല്ലെ, അതിന്റെ പുറം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഉള്ളു കണ്ടിട്ടില്ല മൂപ്പര്. അതിന്റെ ഗേറ്റ് ഇങ്ങനെ കാണുന്നുള്ളൂ സ്വർഗത്തിന്റെ, ദൂരെ നിന്ന്. അതിങ്ങനെ കണ്ടപ്പോ, അതിന്റെ അഴക് ഇങ്ങനെ കണ്ടപ്പോ, സക്കത്ത മാഷാ അല്ലാഹു അൻ യസ്കുത്, അങ്ങോട്ടൊന്ന് എത്തിക്കോന്ന് ചോദിക്കാൻ പൂതിയുണ്ട്. പക്ഷെ അള്ളാഹ് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ചെയ്താജി വേറെ എന്തെങ്കിലും ചോദിക്കോന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓർത്തിട്ട് കുറച്ചു കാലം മിണ്ടാതുന്നു. സുമ്മ ഖാല യാ റബ്ബി ഖദ്ദിംനി ഇൻദ ബാബിൽ ജന്ന, പടച്ചോനെ എനിക്കൊന്നും വേണ്ട, സ്വർഗത്തിന്റെ തിണ്ണയിലൊന്ന് എന്നെ എത്തിച്ചു തരും, ആ വാതിൽക്കലൊന്നും ഇങ്ങനെ ചെന്ന് നിൽക്കാൻ അത് കടത്തണ്ട. അപ്പൊ അല്ലാഹു തആല അവനോട് പറയുന്ന വാക്കെന്താണെന്നറിയോ നിങ്ങള്? ഇതെന്താ, നീ എനിക്ക് എത്ര കരാറുകളും ഉറപ്പുകളും തന്നിട്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് തിരിച്ചത്? അലൈസ ഖദ് അഅതൈതൽ ഉഹൂദ വൽ മവാസീഖ അലാ അല്ലാ തസ്അല ഗൈറ അല്ലദീ കുൻത തസ്അൽ, നീ പറഞ്ഞതല്ലേ ഇനി ചോദിക്കൂല, ചോദിച്ചതേ ചോദിക്കുള്ളൂ, ഇനി ചോദിക്കൂല എന്ന് പറഞ്ഞില്ലേ? എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ അവൻ പറയാം, റബ്ബി ലാ അകൂനു അസ്ഖാ ഖൽഖി, പടച്ചോനെ ഞാൻ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവനായി പോകണോ? പോകാതിരിക്കട്ടെ പടച്ചോനെ, ഞാൻ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശമായ ഒരാളാണ്, അങ്ങനെ ആക്കരുത് എന്നെ. റബ്ബിനോട് കേണുകൊണ്ട് പറയുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല അവനോട് പറയുന്നു, ശരി, ഇനി നീ വല്ലതും ചോദിക്കോ? ഞാൻ ഗേറ്റിന്റെ അടുത്ത് കണ്ട് എത്തിച്ചു തരാം, പക്ഷെ കൂടുതൽ വേറെ എന്തെങ്കിലും ആവശ്യപ്പെടുവോ? ഇല്ല, അത് ഉറപ്പ്. ഇപ്പൊ നേരത്തെ ഉറപ്പ് കൊടുത്തോനാണ്. വാതിലിന്റെ അടുത്തെത്തുമ്പോ, വാതിലിന്റെ അടുത്തെത്തിയപ്പം സ്വർഗത്തിന്റെ സന്തോഷവും സ്വർഗത്തിന്റെ തിളക്കവും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും വാതിൽക്കലെത്തിയപ്പോ ഇങ്ങനെ കാണല്ലേ, ഹൂറുലിങ്ങള്, സ്വർഗത്തിലെ പടങ്ങള്, സ്വർഗത്തിലെ ഭക്ഷണങ്ങള്, ചൊല്ലിയിരിക്കുന്ന കൂട്ടുകാര്, എല്ലാവരെയും ഇങ്ങനെ കണ്ടപ്പോ അലാ സുറൂരിൻ മൗദൂനത്തിൻ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വബാരിഖ വകഅസിൻ മിൻ മഈൻ. അതൊക്കെ സ്വർഗ്ഗാണ്. ആ സ്വർഗത്തിന്റെ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ ഇവന് വല്ലാത്തൊരു മോഹം, ഇവന് കരാറുകളൊക്കെ മറന്നുപോയി. ഇവൻ പറഞ്ഞു, യാ റബ്ബി അദ്ഖിൽനിൽ ജന്ന, പടച്ചോനെ എന്നെ സ്വർഗത്തിൽ കടത്തിയേ പറ്റൂ. അപ്പൊ അല്ലാഹു പറഞ്ഞു, വൈഹക്, നിന്റെ നഷ്ടമേ, യബ്ന ആദമ മാ അഗ്ദറക്, ഓ മനുഷ്യ, നീ എന്താണ് ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നത്? എന്താണ് നീ ഇത്രമാത്രം വഞ്ചിക്കപ്പെടുന്നത്? ഒരിക്കൽ പറഞ്ഞ കരാറ് നീ പാലിക്കുന്നില്ലല്ലോ. നീ ഇങ്ങനെ മറന്നാ പറ്റുമോ? ഇങ്ങനെ നീ വഞ്ചിക്കപ്പെടാൻ പറ്റുമോ? അലസ്ത ഖദ് അഅതൈതൽ അഹ്ദ വൽ മീസാഖ് അലാ അല്ലാ തസ്അല ഗൈറ അല്ലദീ
ഗൈറല്ലദീ ഉഅതീത്, നിനക്ക് തന്നതല്ലാതെ ഇനി ഒന്നും ചോദിക്കൂല എന്ന് പറഞ്ഞതല്ലേ? അപ്പോഴും ഇവൻ പറയുന്നു റബ്ബി ലാ തജഅൽനീ അഷ്ഖാ ഖൽഖിക്, അല്ലാഹുവേ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പരാജയപ്പെട്ടവനാക്കി എന്നെ മാറ്റല്ല അല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ ഫയദ്ഹഖുല്ലാഹ്, അല്ലാഹു സന്തോഷിക്കും ഇയാളുടെ കാര്യത്തില്. എന്നിട്ട് പറയും ഏതായാലും പൊയ്ക്കോ സ്വർഗത്തിക്ക്. അള്ളത് ആദ്യം തീരുമാനിച്ചതാ. ഇയാൾ അവസാനത്തെ സ്വർഗത്തിൽ കിടക്കുന്ന, അവസാനമായിട്ട് സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യനാ. സ്വർഗത്തിക്കാട്ട് പോയി. അങ്ങനെ ഇയാൾക്ക് അല്ലാഹു കൊടുത്ത ലോകം. സ്വർഗത്തിൽ കടന്നപ്പോൾ അല്ലാഹു പറഞ്ഞു തമന്ന, കൊതിക്കാനുള്ളതൊക്കെ കൊതിച്ചോ, ആഗ്രഹിക്കാൻ എന്തൊക്കെ പൂതി ഉണ്ടോ അതൊക്കെ മനസ്സ് കരുതിക്കോ, മുന്നിൽ ഇങ്ങനെ വരുന്നത്. ഇവനിങ്ങോട്ട് ഓരോ പൂതി ഇങ്ങോട്ട് വിചാരിക്കാൻ തുടങ്ങി. എല്ലാം ഇവന്റെ മുമ്പിൽ ഇങ്ങോട്ട് വന്നു. എല്ലാം ഇവന്റെ മുമ്പിൽ വന്നു. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം കൂടെ കിട്ടിയപ്പം ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഹത്താ ഇദൻഖതഅത് ഉംനിയതുഹു, അവന്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ആഗ്രഹിക്കാൻ അറിയുന്നില്ല. ആഗ്രഹിക്കുന്നൊക്കെ കിട്ടി. അവസാനം കടന്ന ഒരാൾക്ക് കിട്ടുന്നത് അത്. അപ്പൊ അല്ലാഹു എന്താണ് ആഗ്രഹിക്കാത്തത്? ഇനി അഭിലാഷങ്ങളൊന്നുമില്ലേ? തമന്ന കഥാ വകഥാ വകഥാ വകഥാ, ഇന്ന സൗകര്യം ആഗ്രഹിച്ചോ, ഇനി ആഗ്രഹിക്കാനും കൂടി അല്ലാഹു പറഞ്ഞു കൊടുക്കണം. ആ മട്ടത്തിലേക്ക് ഇവൻ എത്തിപ്പോയി. നോക്ക് നിങ്ങൾ. കാരണം ഇവന്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്നു. കാരണം ദുന്യാവിലെ ഒരു റഹ്മത്തിന്റെ പൊട്ടിൽ ജീവിച്ച മനുഷ്യന് 99 അനുഗ്രഹങ്ങളുടെ സംഗമ ഭൂമികയിലെ സൗകര്യങ്ങൾ എങ്ങനെ ആലോചിക്കാൻ കഴിയും? ലഹും ഫീഹാ മാ യശാഊൻ വലദൈനാ മസീദ്. ഖുർആൻ പറയുന്നു അവരുദ്ദേശിക്കുന്നത് മുഴുവനും കൊടുക്കും. സൂറത്തു ഖാഫിൽ അല്ലാഹു പറഞ്ഞു അവരുദ്ദേശിക്കുന്നത് മുഴുവനും കൊടുക്കും. വലദൈനാ മസീദ്, ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറവും അവർക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ഉദ്ദേശിക്കാൻ അറിയാത്തത് അതാ വലദൈനാ മസീദ്. അള്ളാന്റെ സ്വന്തം വകയായിട്ട് തരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ തരും. പിന്നെ വലദൈനാ മസീദ്, അതിനപ്പുറവും നമ്മുടെ അടുത്ത് റെഡിയാണ് അള്ളാഹു പറഞ്ഞു. പിന്നെ അള്ളാഹ് പറഞ്ഞു എന്നത് കൊതിക്ക്, ഇന്നത് കൊതിക്ക്, ഇന്നത് കൊതിക്ക്. അപ്പൊ അതൊക്കെ കൊതിക്കും, അതൊക്കെ കിട്ടും. എല്ലാം ഇങ്ങ് കിട്ടി. വലിയ ഒരു ലോകം അവന്റെ കീഴില്. ഇത് മുഴുവനും എന്റേതാണ്. ഒരുപാട് കൊട്ടാരങ്ങൾ, ഒരുപാട് തോട്ടങ്ങൾ, ഒരുപാട് അരുവികള്, ഒരുപാട് സഹോദരിമാര്, ഇതെല്ലാം ഇവനിങ്ങനെ കിട്ടി. ഇവൻ ആ ഉഷാറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹു പറയുന്നത് ഇത് മാത്രമല്ല നിനക്ക്, ഇതിന്റെ 10 ഇരട്ടിയും, ഇതും ഇതിന്റെ 10 ഇരട്ടിയും നിനക്കുണ്ട് എന്ന് അള്ളാഹു ഓഫർ നൽകുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആർക്കാണ് ഈ ഓഫർ ലഭിച്ചത്? സ്വർഗത്തിൽ അവസാനം കടക്കുന്ന മനുഷ്യനോ. അപ്പൊ സ്വർഗത്തിന്റെ വലിപ്പങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. ആദ്യമൊക്കെ പോയവർക്ക് എത്ര ഉണ്ടാവും? ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇനി ഒരു നരക ചിത്രവും കൂടെ പറയാം. അലുക്കൽ ജന്ന എന്ന് പറയുമ്പോഴേ ഇതൊക്കെ ഒരു ഒഴുക്കം മട്ടിനാകരുത്. ളുഹർ നിസ്കരിച്ച് ഇന്ന് നമ്മൾ ദിക്റൊക്കെ ചൊല്ലി പോരുകയാണെങ്കിൽ, നമ്മളിപ്പോ ഈ ദിക്റൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇമാമ് മറന്നില്ലെങ്കിൽ 3 വട്ടം അല്ലേ? ഇമാമ് മറന്നാ കഴിഞ്ഞു. ഇമാമ് മറന്നില്ലെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ച ഓരോ നിസ്കാരത്തിന്റെയും ശേഷം 3 വട്ടം. ഈ 3 വട്ടം ചെല്ലുമ്പോ തന്നെ ഇന്ന് ദിക്റ് ചൊല്ലിയിരുന്നോ? അതിപ്പോ സാധാരണ ചെല്ലലുണ്ട്, ചെല്ലിയില്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇത് തട്ടണേയല്ല. അപ്പൊ അലുക്കൽ ജന്ന എന്ന് പറയുമ്പോൾ ഇന്ന് ഇപ്പറഞ്ഞ ചിത്രം മനസ്സിൽ വേണം. ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു സാധു, പടച്ചോനെ അക്കൂട്ടത്തിലെങ്കിലും സാധുക്കളായ ഞങ്ങളെ റമളാനിൽ ഇവിടെ ഒത്തുകൂടി നിന്റെ ഖുർആനും നിന്റെ ഹബീബിന്റെ തിരുവചനങ്ങളും അവിടുത്തെ പ്രഭാഷണങ്ങളിലൂടെയും കടന്നുപോയ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ, ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. നരകത്തിലേക്ക് കടക്കല്ല അല്ലാ, നരകത്തിലേക്ക് കടത്തല്ല അല്ലാ, ഞങ്ങളെ നീ നരകത്തിൽ കടത്തല്ല അല്ലാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഒരു നരക ചിത്രവും കൂടെ പറയാം. അപ്പോഴേ അതിന് നമുക്ക് ശരിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പേടിയുണ്ടാവുള്ളൂ. നരകത്തെ തൊട്ട് അഭയം തേടുമ്പോൾ ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ സാഹിബു സിർരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകം സ്വകാര്യങ്ങൾ കൈമാറിയിരുന്ന ഒരു സഹാബിയാണ് ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. ആ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു നരകചിത്രം മുത്തു നബി ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നതാണ്. നബി എന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സാഹിബു സിർ ആക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പലപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആരെയാ പറ്റാം. ആ ടെസ്റ്റിൽ വിജയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ആക്കി തെരഞ്ഞെടുത്ത് പലപ്പോഴും സ്വകാര്യങ്ങൾ പറയും. സ്വകാര്യം പറഞ്ഞാൽ പുറത്ത് പോകരുത്, അത് കരുതിയിട്ടാണ്. അതിൽ പുറത്ത് പറയാൻ പറ്റിയതും ഉണ്ടാവും, പറ്റാത്തതും ഉണ്ടാവും. ആ പറ്റാത്തത് പുറത്ത് പറയരുത്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെങ്ങനെ നിർത്തിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കാര്യഗൗരവത്തോടെ എന്നെ വിളിച്ചിട്ട് അസറ ഇലയ്യ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ഒരിക്കൽ സ്വകാര്യമായിട്ട് പറഞ്ഞു. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ പറയാണ്, എന്താ സ്വകാര്യം പറഞ്ഞത്? ഹദീസം ഫിന്നാർ, നരകത്തിനെ പറ്റിയുള്ള ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തന്നു.
ഇത് കേട്ടാൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വഅഊദു ബിക മിനന്നാർ പറയുമ്പോൾ നമ്മുടെ ഇടനെഞ്ച് കുലുങ്ങും. എന്താണ്? യാ ഹുദൈഫ, പ്രിയപ്പെട്ട ഹുദൈഫ, നരകം ചെറുതല്ല കേട്ടോ. അത് നീ വിചാരിച്ചതുപോലെ ലളിതമല്ല. നരകം വളരെ ഗൗരവമേറിയതാണ്. ഇന്ന ഫീ ജഹന്നമ ലസിബാഅൻ മിന്നാർ വകിലാബൻ മിന്നാർ വകലാലീബ മിന്നാർ വസുയൂഫൻ മിന്നാർ വഇന്നഹു യുബ്അസു മലായികത്തുൻ യുഅല്ലിഖൂന അഹ്ലൻ നാർ ബിതിൽകൽ കലാലീബി ബിഅഹ്നാകിഹിം വയുഖത്തിഊനഹും ബിതിൽക സുയൂഫി ഉളുവൻ നുദ്വ വയുൽഖൂനഹും ഇലാ തിൽക السباع والكلاب كلما قطعوا عضوا عاد مكانه غلا جديدا صدق رسول الله صدقت يا رسول الله صدقت يا حبيب الله صدقت يا نبي الله. അല്ലാഹുവേ, ഈ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എന്താ നരകം? ശരിക്കും ഈ ചിത്രം ഒന്ന് മനസ്സിൽ പതിക്കണം. ഇന്ന ഫീ ജഹന്നം, ഹുദൈഫ, തീർച്ചയായിട്ടും നരകത്തിലുണ്ട്. ലസിബാഅൻ മിന്നാർ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട കുറെ വന്യമൃഗങ്ങൾ. ലസിബാഅൻ മിന്നാർ, കാട്ടുമൃഗങ്ങൾ, പിടിമൃഗങ്ങൾ കുറേയുണ്ട്. തീ കൊണ്ടാണ് അവയെ പടച്ചത്. തീയിന്റെ കരടികൾ, തീ കരടികൾ, തീ കൊണ്ട് അല്ലാഹു പടച്ച പട്ടികള്, കുരച്ചു ചാടുന്ന തീപ്പട്ടികള്, തീ കൊണ്ട് അല്ലാഹു സൃഷ്ടിച്ച സിംഹങ്ങള്, തീപ്പുലികള്, ഇതൊക്കെയാണ് നരകത്തിലുള്ളത്. ലസിബാഅൻ മിന്നാർ വകിലാബൻ മിന്നാർ, നരകത്തില് തീ കൊണ്ട് പടച്ച പട്ടികളുണ്ട്. വകലാലീബ മിന്നാർ, നരകത്തിൽ തീ കൊണ്ടുള്ള കൊളുത്തു ചങ്ങലകളുണ്ട്. സിറാത്ത് പാലത്തിലൂടെ അങ്ങനെ പോകുമ്പോൾ പിടിച്ച് വലിച്ച് താഴെ ഇടാൻ കുറെ കൊളുത്തു ചങ്ങലകളുണ്ട്. അതും തീ കൊണ്ടാ. വകലാലീബ മിന്നാർ. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞില്ല. വസുയൂഫൻ മിന്നാർ വസുയൂഫൻ മിന്നാർ, ഈ കൊളുത്തു ചങ്ങല നരകത്തിൽ സിറാത്ത് പാലത്തിലൂടെ പോകുന്നവനെ വീഴ്ത്താൻ മാത്രമല്ല, അതിന്റെ കാര്യം റസൂലുള്ളാഹി പറയുന്നു. ഇതിന്റെ ഉപകാരം എന്താണ്? വസുയൂഫൻ മിന്നാർ, നരകത്തിൽ തീ കൊണ്ടുള്ള വാളുകളുമുണ്ട്, തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വാളുകൾ. വഇന്നഹു യുബ്അസു മലായിക, പിന്നീട് കുറച്ച് മലക്കുകളെ അങ്ങ് പറഞ്ഞയക്കും. കുറച്ച് മലക്കുകൾ നിയോഗിക്കപ്പെടും. യുഅല്ലിഖൂന അഹ്ലൻ നാരി ബിതിൽകൽ കലാലീബി ബിഅഹ്നാകിഹിം, ഈ തീയിന്റെ കൊളുത്തുകളില് അവരുടെ അണ്ണാക്ക് കൊളുത്തിയിടും. താടിയല്ലുകൾ, താടിയല്ലിൽ കൊളുത്തും ഇത്. എന്നിട്ട് ഒരറവുശാലയോട് ഉപമിപ്പിച്ചോളൂ. ഒരറവുശാല മുന്നിൽ വരട്ടെ ചിത്രം, അല്ലെ? അറവുശാലയിൽ ആ കൊളുത്തിലേക്ക് 2 or 3 ആള് കൂടിയിട്ട് ഒരു കുറക് പൊക്കിയിട്ട് അങ്ങ് കൊണ്ടുപോയി തൂക്കിയിടുന്നു എന്നതുപോലെ നരകത്തിൽ ഈ കൊളുത്തുകളില് നമ്മളെ താട തൂക്കും. കയറിപ്പോകും, അതിൽ കിടന്നിങ്ങനെ ആടി കളിക്കും. അപ്പോഴാണ് മലക്കുകൾ അവിടെ റെഡിയാണ്, തീയിന്റെ വാളുകൾ അവിടെ റെഡിയാണ്. റസൂലുള്ളാഹി പറയുന്നു വയുഖത്തിഊനഹും, എന്നിട്ട് സബാനിയാക്കളായ മലക്കുകൾ. ഈ മലക്കുകൾ ആരാ? കരുണ, സ്നേഹം, സിമ്പതി, സഹതാപം. ഇത് ഇവരുടെ ഡിക്ഷണറിയിലില്ല, നിഘണ്ടുവിലില്ല, അവർക്കത് അറിയൂല. ഇതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവരെ പറ്റി പറഞ്ഞത്. മലായികത്തുൻ ഗിലാദുൻ ശിദാദ് അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ഗൗരവ പ്രകൃതിക്കാരായ, മനസ്സിന് അലിവില്ലാത്ത, ഒരു കുലുക്കവുമില്ലാത്ത, നീരുറവ, കാരുണ്യത്തിന്റെ നീരുറവ പാട വറ്റി വരണ്ട മലക്കുകള്. അതിനുവേണ്ടി അള്ളാഹു പ്രത്യേകം നിയോഗിച്ചതാണ്. അവരുടെ സ്ഥിതി അതായിരിക്കും. ശിക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹ് നിയോഗിച്ചത്. അപ്പൊ അങ്ങനെ ആവണം. എന്നിട്ട് ആ നരകത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവര് ആ ബിതിൽക സുയൂഫ്, ആ തീയിന്റെ വാള്, ആ അഗ്നിവാളുകൾ എടുത്തിട്ട് നമ്മളെ തൂക്കിയിട്ട നമ്മളെ ശരിക്കും അറവുശാലയില് കശാപ്പുകാരൻ മാംസം മുറിക്കുന്നത് പോലെ ഇതുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കും. ഓരോ അവയവങ്ങൾ പാർട്ടായിട്ട് ഇങ്ങനെ മുറിക്കും. മുറിച്ചിട്ട് വയുൽഖൂനഹും ഇലാ തിൽക സിബാഇ വൽ കിലാബ്, നരകത്തിന്റെ താഴ്ഭാഗത്ത് ഈ കാണുന്ന മാംസങ്ങൾ കണ്ട് ചാടുന്ന, വാ പിളർത്തി ചാടുന്ന ആ പട്ടികൾക്കും ആ ചെന്നായ്ക്കൾക്കും ആ സിംഹങ്ങൾക്കും പുലികൾക്കും എറിഞ്ഞുകൊടുക്കുന്നു. ثم يلقونهم إلى تلك السباع والكلاب كلما قطعوا عضوا, ഓരോ അവയവം അവർക്ക് മുറിക്കപ്പെടുമ്പോഴും
ആ മലായികത്ത് ഓരോ അവയവം ഇവരുടെ ശരീരത്തിൽ നിന്ന് മുറിക്കുമ്പോഴും തൽസ്ഥാനം പുതുപുത്തനായി മടങ്ങി വരും. പുതുപുത്തനായിട്ട് മടങ്ങി വരും. മുറിച്ച സ്ഥലത്ത് അതുപോലെ ഒരു കഷ്ണം പിന്നെയും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത ശിക്ഷ ഞാനും നിങ്ങളും അനുഭവിച്ചേ പറ്റൂ. ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു അറവുശാലയില്, നമ്മുടെ റോട്ടിൻ വക്കിൽ എവിടെയെങ്കിലുമുള്ള ഒരു അറവുശാലയിൽ, ഒരു കശാപ്പുശാലയില് നമ്മളെ താടക്ക് കൊളുത്തിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഓരോ കഷ്ണം ഇങ്ങനെ വെട്ടിയിട്ട്, സുഹൃത്തുക്കൾ ശരിക്കും ആലോചിച്ചോ, അതിലൂടെ പോകുന്ന തെരുവു പട്ടികൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ചെയ്യുന്നവരങ്ങനെ ചെയ്യുന്നു. എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ദുരുപയോഗം ചെയ്ത് ജീവിച്ചതിന്റെ ഫലമാണിത്. അല്ലാതെ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയല്ല, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് അതിക്രമം കാണിക്കുകയല്ല. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം മാത്രമാണ്. അള്ളാഹു പറയും അക്രമമല്ല. കാരണം നിങ്ങൾ ചെയ്തതിനനുസരിച്ച് ഇതൊന്നും പോരാ, ഇതൊന്നും തന്നാ പോരാ. സുബ്ഹാനല്ലാഹ്, ഓർക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഹുദൈഫത്ത് ബിൻ യമാൻ പറയുന്നു, അത് കേൾക്കുമ്പോ കരഞ്ഞുപോയി. അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. അള്ളാഹുവിന്റെ ഹബീബനോട് സ്വകാര്യമായിട്ട് ചെവിയിൽ പറഞ്ഞതാണ്. ഒരു സ്വകാര്യത്തിന്റെ ഗൗരവം ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇതാണ് വഅഊദു ബിക മിനന്നാർ. പടച്ചവനെ, ഇത്രയും കടുപ്പമുള്ള നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഒരു ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിച്ചു ചേർത്തിട്ട് ഒരു വയല്. എന്താണ് ആ വയല്? അടുത്ത ഒരു പ്രഭാഷണം. ഇന്നൽ ജന്നത ലതുസയ്യനു മിനസ്സർരി ലിശഹരി റമളാൻ. റമളാൻ വരാൻ പോകുന്നുണ്ടല്ലോ എന്ന് കരുതി. റമളാൻ വരുമ്പോഴേക്ക് സ്വർഗത്തെ അണിയിപ്പിച്ച് ഒരുക്കി നിർത്തും. പിന്നത്തെ റമളാനിലും വീണ്ടും അലങ്കരിപ്പിക്കും. അങ്ങനെ അലങ്കരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വഇന്നൽ ഹൂറ ലതതസയ്യൻ. ഹൂറുലിങ്ങൾ സ്വയം അവർ പുതിയ പുതിയ ഉടയാടകൾ ഉടുത്ത് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കും. വഇന്നൽ ഹൂറൽ ഐന ലതതസയ്യൻ. അവരങ്ങനെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മിനസ്സന ഇലസ്സന ലിശഹരി റമളാൻ. റമളാനായാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കുറെ മുഅ്മിനീങ്ങൾ ഉണ്ടാകും. അവർക്ക് വേണ്ടി അവർ ഉടുത്തൊരുങ്ങി കാത്തിരിക്കുകയാണ്. റമളാൻ അങ്ങ് വന്നു കടന്നല്ലോ, നമ്മൾ ആ മാസത്തിലാ ഉള്ളത്. കാലത്തിൽ തന്നെ ഉടുത്തൊരുങ്ങിയ, അലങ്കരിക്കപ്പെട്ട, ഡെക്കറേഷൻ ചെയ്തൊരുക്കിയ ആ സ്വർഗം അല്ലാഹുവിനോട് പറയാൻ, അല്ലാഹുമ്മ ജഅൽനാ ഫീ ഹാദാ ശഹരി മിൻ ഇബാദിക സുഖാന. പടച്ചവനെ, ഈ മാസത്തില് നിന്റെ അടിമകളിൽ നിന്ന് ഞങ്ങളടുത്ത് വന്ന് പാർക്കാൻ, ഞങ്ങളിൽ വന്ന് പാർക്കാൻ, ഈ സ്വർഗത്തിൽ വന്ന് പാർക്കാൻ നീ ധാരാളം ആളുകളെ ഉണ്ടാക്കണേ പടച്ചവനെ. ആ ദുആയിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. വയഖുൽനൽ ഹൂറുലൈൻ. ഹൂറുലൈങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാഹുമ്മ ജഅൽനാ ഫീ ഹാദാ ശഹരി മിൻ ഇബാദിക അസ്വാജ. പടച്ചവനെ, ഈ മാസത്തിൽ കുറേ മുഅ്മിനീങ്ങള്, ആ സാധുക്കളായ മുഅ്മിനീങ്ങളെ പലരും ഞങ്ങൾക്ക് പുതിയാപ്ലമാരാക്കി തരണേ പടച്ചവനെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരാക്കി തരണേ അല്ലാഹ്. ഹൂറുലൈങ്ങളുടെ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച് അതിന് ഉത്തരം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. ഇതാ ഹൂറുലൈങ്ങൾ പ്രാർത്ഥിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് നിങ്ങളോടും പറഞ്ഞെങ്കിൽ ഇത്രയും നല്ല ഒരു മാസം, ഈ മാസത്തിൽ നമ്മൾ കൂത്താടി ജീവിക്കരുത് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മൻ സാന നഫ്സഹു ഫീ ശഹ്രി റമളാൻ. റമളാൻ മാസത്തിൽ ഒരാൾ അവന്റെ തടിയിച്ച നിയന്ത്രിച്ച് ജീവിച്ചാൽ, ഫലം യശ്റബ് ഫീഹി മുസ്കിറ. റമളാനിൽ കള്ളു കുടിച്ചില്ല. വലം യർമി ഫീഹി മുഅ്മിനൻ ബിൽ ബുഹ്താൻ. റമളാനിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റി കള്ളാരോപണങ്ങൾ ഉന്നയിച്ചില്ല. ഇതൊക്കെ നമ്മൾ നടത്തുന്നതാട്ടോ. റമളാനിൽ എന്തെങ്കിലും എല്ലും കഷ്ണം, ചിലപ്പോൾ പത്രം അല്ലെങ്കിൽ ചാനൽ നമ്മളെ മുമ്പ് ഇട്ടുതരും. അതിനാണ് കൂടിയിട്ട് മുഅ്മിനീങ്ങൾ മുഴുവനും നോമ്പ് കാത്തിലാക്കും. ദാ, ഒരു മുഅ്മിനെയും കുറ്റം പറയണ്ട. റമളാനിലെ ഒരു മുഅ്മിനെയും ആരോപിക്കാതെ ഒരു റമളാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, വലം യഅമൽ ഫീഹി ഖതിയതൻ, അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാത്ത റമളാൻ നിങ്ങൾക്ക് കിട്ടിയാൽ, സബ്ബജഹുല്ലാഹു കുല്ല ലൈലത്തിൻ മിഅത ഹൗറ.
ഓരോ രാത്രിയിലും 100 കണക്കിന് ഹൂരികളെ അല്ലാഹു അവന് കെട്ടിച്ചു കൊടുക്കും. വബനാ ലഹു ഖസ്റൻ ഫിൽ ജന്നതി മിൻ ദഹബിൻ വഫിദ്ദ വയഖൂത്ത്, വെള്ളിയുടെയും സ്വർണത്തിന്റെയും മാണിക്യത്തിന്റെയും സ്വർഗ്ഗ കൊട്ടാരങ്ങൾ അവന് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കും. ആ ഒരു കൊട്ടാരം എത്രയുണ്ടെന്നറിയോ? ലൗ അന്ന ദുനിയ ജുമിഅത്, ദുനിയാവ് മുഴുവനും ഒരുമിച്ച് വെച്ചാൽ, ഫുജുഇലതു ഫീ ദാലികൽ ഖസ്ർ, ആ ഒരു കൊട്ടാരത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ദുനിയാവിലെ മൊത്തം സൗകര്യം, ലം യകുൻ ഫീഹി ഇല്ലാ കമർബതി അൻസിൻ ഫി ദുനിയ, ദുനിയാവിലെ ഒരു ആട്ടുംകൂട് പോലെ അതുണ്ടാവുള്ളൂ. ദുനിയാവിലെ ഒരു ആട്ടിൻകൂട് പോലെ അതുണ്ടാവുള്ളൂ. സ്വർഗത്തിലെ കൊട്ടാരത്തിൽ ഈ ലോകം മുഴുവൻ കൊണ്ടുപോയി വെച്ചാൽ ദുനിയാവിലെ ഒരു ആട്ടുംകൂട് പോലെ ഉണ്ടാവും. ഇല്ല ലാ യകുനു ഫീഹി, അത് അവിടെ ലം യകുൻ ഫീഹി ഇല്ലാ കമർബതി അൻ, ആടിനെ കെട്ടുന്ന സ്ഥലം ആട്ടുംകൂട്, ഒരാട്ടുംകൂട് പോലെ ഉണ്ടാവുള്ളൂ. സയ്യിദുനാ റസൂലുള്ളാഹി നുബുവത്തിന്റെ തിരുനാക്ക് കൊണ്ട് പറഞ്ഞതാ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ള പറയുന്ന മുഅ്മിനീങ്ങൾക്ക് ഇതിൽ സംശയമില്ല. അതേസമയം വമൻ ശരിബ ഫീഹി മുസ്കിറ, കഴിഞ്ഞ റമദാനിൽ വിഷമദ്യം കഴിച്ച് മരിച്ചവരിൽ മുസ്ലിം നാമങ്ങളുണ്ട്. നമ്മൾ പത്രം വായിച്ചു തല താഴ്ത്തി. കഴിഞ്ഞ റമദാനില് വയനാട് ചുരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഒരു പെൺകുട്ടിയെ കൊന്ന്, തന്റെ കാമലീല പൂർത്തീകരിച്ച് കൊന്ന്, അവളുടെ കഴുത്തിലും അവളുടെ കാലിലുമുള്ള ആഭരണങ്ങൾ തട്ടിയത് ഈ ഉമ്മത്തിലെ ഒരു കുട്ടിയാണ്, ഒരു മെമ്പറാണ് എന്ന് വായിച്ചപ്പോൾ നമ്മൾ വേദനിച്ചിട്ടുണ്ട്. വമൻ ശരിബ ഫീഹി മുസ്കിറ, റമദാനിൽ കള്ളു കുടിച്ചാൽ, റമദാനിൽ തിന്നാനും കുടിക്കാനുമില്ലല്ലോ എന്ന് കരുതി ആ സമയവും കൂടെ മനുഷ്യനെ കുറ്റം പറയാനിരുന്നാൽ, റമദാനിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും ഗീബത്തും നമീമത്തും ഫസാദുമായിട്ട് നടന്നാൽ, ഒരു കൊല്ലത്തെ അമൽ മൊത്തം അല്ലാഹു പൊളിച്ചെഴുതും, എല്ലാം പൊളിച്ചെഴുതും. റമദാൻ, അതുകൊണ്ട് നിങ്ങൾ റമദാനിനെ സൂക്ഷിക്കണേ. നബി തങ്ങളുടെ പ്രഭാഷണം ഇതാണ്, അന്നത്തെ പ്രഭാഷണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫത്തഖൂ ശഹ്റ റമദാൻ, റമദാനിനെ കാക്കണേ. ഫഇന്നഹു ശഹ്റുല്ലാഹ്, അത് അല്ലാഹുവിന്റെ മാസമാണ്. അൻ തുഫരിതു ഫീഹി, ആ റമദാനിൽ പിടുത്തം വിടുന്നത് ശ്രദ്ധിക്കണം. ഫഖദ് ജഅലല്ലാഹു ലക്കും 11 ശഹ്റാ തൻഅമൂന ഫീഹാ വതതലദ്ദൂൻ, നിങ്ങൾ അടിച്ച് പൊളിച്ച് സുഖിച്ച് ഹലാലായ സുഖ സൗകര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നടക്കാൻ അല്ലാഹു 11 മാസം തന്നില്ലേ. വജഅല ലിനഫ്സിഹി ശഹ്റ റമദാൻ, ഒറ്റ മാസം പടച്ചോന്റേതായിട്ട് നീക്കി വെച്ചു. ഇവിടെ നിങ്ങൾ ഒന്നും കൂടെ നിയന്ത്രണ വിധേയമായി ജീവിക്കണം എന്ന് പറഞ്ഞു. ഫഹ്ദറൂ ശഹ്റ റമദാൻ, അതുകൊണ്ട് റമദാനിനെ സൂക്ഷിക്കും മുഅ്മിനീങ്ങളെ. സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്ന ഹദീസുകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനം ഈ റമദാൻ അവസാനിക്കുന്ന റസൂലുള്ളാഹിയുടെ മറ്റൊരു പ്രഭാഷണം. റസൂലുള്ളാഹിയുടെ പ്രഭാഷണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാളെ തൊട്ട് ഇൻഷാല്ലാഹ് വിവിധ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച ഒരുപാട് വിഷയങ്ങൾ ഇൻഷാല്ലാഹ് നമുക്ക് കേൾക്കാം, നല്ല നല്ല ആശയങ്ങളുള്ളത്. ഇന്ന് തുടക്കമായതുകൊണ്ട് റമദാനെ പറ്റി പറയാമെന്ന് കരുതിയിട്ടാണ് ഈ ഹദീസിൽ ഒതുങ്ങിയതും അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞതും. ഇനി റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ വരും. റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ വരും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമുൽ ഫിത്രി വഖഫത്തിൽ മലായികത്തു അലാ അബ്വാബി തുറുഖ്, വഴികളായ വഴികളിലൊക്കെ മലക്കുകൾ ഇറങ്ങി നിൽക്കും ചെറിയ പെരുന്നാൾ ദിനത്തിൽ. ഫനാദൗ, എന്നിട്ട് അവർ അനൗൺസ് ചെയ്യുകയാണ്, അവർ വിളിച്ചു പറയുകയാണ്, ഉഖ്ദൂ യാ മഅ്ശറൽ മുസ്ലിമീൻ, നേരം വെളുത്താൽ മുഅ്മിനീങ്ങളെ പുറപ്പെട്ടോ, ഇലാ റബ്ബിൻ കരീം, മാന്യനായ റബ്ബിനെ തേടി പോയിക്കോളൂ. നേരം വെളുത്താ പള്ളിക്ക് പോയിക്കോ. എന്തിന്? പെരുന്നാൾ നിസ്കരിക്കാൻ. യമുന്നു ബിൽ ഖൈർ സുമ്മ യുസീബു അലൈഹിൽ ജസീൽ, ജനങ്ങളെ വല്ലാതെ അനുഗ്രഹിച്ച് ആ അനുഗ്രഹിച്ചത് അവർ ഉപയോഗപ്പെടുത്തിയതിന് അതിനവർക്ക് ധാരാളം പ്രതിഫലം കൊടുത്തല്ലേ. അള്ള തന്ന സമ്പത്ത് ഇന്നാക്ക് കൊടുക്കുന്ന പറഞ്ഞതിന് അത് കൊടുത്തു, അതിന് അല്ലാഹു കൂലി തരിക. എന്താണ് അല്ലാഹു തആല? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതിന് അല്ലാഹു കൂലി തരിക എന്ന് പറഞ്ഞാൽ എത്ര വലിയ സംഭവം. അവൻ തന്നിട്ട് ഇന്നാക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ അതിന് 70,000 കൂലി. ഇതാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അല്ലാഹു ഖൈർ ചെയ്യുകയും അതിന് ഭയങ്കര പ്രതിഫലം നൽകുകയും ചെയ്യുന്ന റബ്ബ്, ആ റബ്ബിലെ നിങ്ങൾ തേടിപ്പോയിക്കോ. ലഖദ് ഉമിർതും ബിഖിയാമിൽ ലൈലി ഫഖുംതും, റമദാനിന്റെ രാത്രികളിൽ നിങ്ങളോട് നിന്ന് നിസ്കരിക്കണമെന്ന് അല്ലാഹു ആവശ്യപ്പെട്ടു. നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചു. വഉമിർതും ബിസിയാമിൻ നഹാർ, റമദാനിന്റെ പകല് നോമ്പ് നോൽക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടു. ഫസുംതും, അപ്പൊ നിങ്ങൾ നോമ്പ് നോറ്റു. വഅതഅതും റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പൂർണ്ണമായി അനുസരിച്ച് ജീവിച്ചു. അതുകൊണ്ട് ഇതാ ഇന്ന് അതിന് അല്ലാഹു നിങ്ങൾക്ക് സമ്മാനം വിതരണം ചെയ്യുന്ന നാളാണ്.
ഫഖ്ബിദൂ ജവായിസകും. അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ഗിഫ്റ്റുകൾ പെറുക്കിയെടുക്കാൻ വന്നോ, നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ പെറുക്കാൻ വന്നോ. ഫഇദാ സല്ലൗ, അത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പുള്ള വിളി. പൊയ്ക്കോ പെരുന്നാൾ നിസ്കാരത്തിന്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഫൈദാ സല്ലൗ നാദാ മുനാദിൻ, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, അലാ ഇന്ന റബ്ബക്കും ഖദ് ഗഫറ ലക്കും. ഇങ്ങനെയുള്ള ഒരു റമദാൻ പൂർത്തീകരിച്ച് പെരുന്നാൾ കഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും വാനലോകത്ത് നിന്ന്. ഫർജിഉ, ഇനി നിങ്ങൾ പൊയ്ക്കോ, റാഷിദീന ഇലാ റിഹാലിക്കും, നേരെ സന്തോഷത്തോടെ തന്റെ ഇടത്തോടെ. ഇനി അവിവേകമൊന്നും ചെയ്യരുത്, വിവേകപൂർണമായ ജീവിതം നയിച്ച് നിങ്ങളെ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നാടുകളിലേക്ക് പൊയ്ക്കോ. ഫഹാദാ യൗമുൽ ജായിസ, ഇത് ഗിഫ്റ്റ് ഡേ ആണ്, ഇത് സമ്മാന നാളാണ്. വയുസമ്മാ ദാലിക്കൽ യൗമു ഫിസ്സമാഇ യൗമൽ ജായിസ, ഈ ദിനത്തിന് ഞങ്ങളെ വാനലോകത്ത് ഒരു ഓമന പേരുണ്ട്, സമ്മാന നാൾ എന്ന ഒരു ഓമന പേരുണ്ട്. ഇമാം തബ്റാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുനബിയുടെ പ്രഭാഷണങ്ങളിൽ ചില പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളിലൂടെ നാം കടന്നു വന്നു. ഇനി ബാക്കിയുള്ള 2 ദിവസവും നമുക്ക് അവതരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു.